അപ്പൊ ചിലപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആരെങ്കിലും ഒക്കെ കൂടെ വരും. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. വേദ എക്സൈറ്റഡ് ആയിട്ട് എവിടെയോ നടക്കുന്നുണ്ട് എന്റെ കൂടെ. ഒരിക്കലും 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 നടക്കാത്തൊരു കാര്യം ലൈഫിൽ നടക്കുവാണ്. അപ്പ അമ്മൂമ്മയായിട്ട് ഒരു സ്ഥലത്ത് പോവാണ്. വേദുന് വരാൻ പറ്റില്ല, വേദുനെ പിന്നെ കൊണ്ടുപോവാം. വേദു ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. വേദു വലുതായോ? വൈറ്റായോ? ഓക്കെ, ഗുഡ് ബോയ്. അപ്പൊ അപ്പ അമ്മൂമ്മ പോവാണ്. വേദുവിനെ അപ്പ വന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവാം. വേദുവിനെ എങ്ങനെ കൊണ്ടുപോകും? അവിടെ ഭയങ്കര തണുപ്പാ. അതെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആക്ച്വലി അമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ട്, അത് അമ്മ എന്നെ പരിചയപ്പെടുത്തും, 3 പേരായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ പോകുന്നില്ലായിരുന്നു. ആൻഡ് അമ്മ പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ പറഞ്ഞു, നീയും കൂടെ വാ, എനിക്ക് ഗ്രൂപ്പ് ടൂർ ആണ്. സോ ഞാനായിട്ട് ഒന്നും ചെയ്യണ്ട, നമ്മൾ വെറുതെ വണ്ടി കയറി ഇരിക്കുക, അവർ പോകുന്നിടത്ത് കൊണ്ടുപോവാ, പോയിരുന്ന് കഴിക്കുക. ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ അമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നീയും വാ, ഇത് നമുക്ക് വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെന്റ് കൈൻഡ് ഓഫ് വ്ളോഗ്. എപ്പോഴും നമ്മൾ എക്സ്പ്ലോറേഷനും അങ്ങനത്തെ രീതിയാണ്. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ളവരായിട്ടൊന്നും ട്രാവൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ എൻകറേജ്മെന്റ് ആയിരിക്കും, ഇങ്ങനെ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാനും എളുപ്പമാണെന്ന് കാണിക്കാനൊക്കെ ഒരു സംഭവമാണ്. സോ ആ ഒരു വ്ളോഗാണ്, അതിന്റെ പാക്കിംഗ് ആണ്. എങ്ങോട്ടാന്ന് മിക്കവരും ഗസ് ചെയ്യും, ഇല്ലെങ്കിൽ നാളെ എന്തായാലും അറിയും. പാക്കിംഗ് വീഡിയോ ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകാൻ പറ്റില്ല. ദാറ്റ് ഹാസ് ബിക്കം മാൻഡേറ്ററി. ഇത്രയും കുറഞ്ഞ ടൈമിൽ ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി ഒരു ട്രിപ്പിന് പോകുന്നത്. ഞാൻ കൂടെ കുറച്ച് ഇതുപോലെ ഡ്രസ്സസ് എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ്, ഇത് മതിയാവോന്ന് അറിയില്ല, അത്രയും തണുപ്പാണ്, നമ്മുടെ സാറയുടെ ഒരു ഓൾ വെതർ ജാക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മയുടെ പാക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇതല്ലാതെ ഇത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് എടുത്ത പാൻസ് ആണെന്ന് തോന്നുന്നു. അത് ഹിമാചലിൽ നിന്ന് എവിടെയോ. ഇതിന്റെ അകത്ത് നല്ല തേർമൽസ് ആണ്, ഇതുവരെ ഇട്ടിട്ടില്ല. സോ ഇത് കൊണ്ടുപോകാം. പിന്നെ അത് കൂടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഷോൾ, ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷോൾ ഉണ്ട്. വിന്റർ ഡ്രസ്സൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. കുറച്ച് തേർമൽസ് ഒക്കെ അത്യാവശ്യമാണ്. എൻ്റെ കുറച്ച് തേർമൽസ് ഒന്നും കാണാനില്ല, അതുകൊണ്ട് ഇത് ഡിക്കാത്ലോണിൽ നിന്ന് വാങ്ങാം കേട്ടോ, അത്യാവശ്യം നല്ലതാണ്. എൻ്റെ ഡ്രോൺ വന്നിട്ടുണ്ട്, പുതിയ ഡ്രോൺ. സോ കാശ്മീരിൽ ഡ്രോൺ ലോസ് അലൗഡ് ആണെങ്കിൽ അത് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ദുബായിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അത് പോയി പിക്ക് ചെയ്യാൻ പോകുന്നത്. നാളെയാണ് ഫ്ലൈറ്റ്, ഇന്നിപ്പോൾ 8 മണിയായി. ഇന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റെഡ് സ്വെറ്റർ, ഇത്രയേ ഉള്ളൂ. ഡ്രസ്സ് ആ കൂടെ ഇത്രയേ ഉള്ളൂ. പക്ഷെ വേദു ഇല്ലാത്തതും പ്രിയ ഇല്ലാത്തതും കൊണ്ട് ഒരു ഡിഫറെന്റ് വൈബ് ആയിരിക്കും. പക്ഷെ എല്ലാവരും ഒരു എൻജോയ് ചെയ്യുന്ന സംഭവമായിരിക്കും എനിക്ക് തോന്നുന്നു. വേദു ഇല്ല, വേദു ഇല്ല. ബാ, ഇനി അമ്മൂമ്മയുടെ അടുത്ത് പോയി നോക്കാം. അമ്മൂമ്മ പാക്കിംഗ് കഴിഞ്ഞോന്ന്. ബാ, വേദുവിനെ എടുക്കാനൊന്നും പറ്റില്ല ഇനി. ബാ. ഹായ്. അങ്ങനെ ഒരിക്കലും നടക്കില്ലാന്ന് വിചാരിച്ച ഒരു സംഭവം നടന്നു. നമ്മൾ ഇന്നു മുമ്പ് പോയി, പക്ഷെ അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി റെക്സിയാൻഡി ആയിട്ട് പോയതല്ലേ, ഒരു ലെഷർ ട്രിപ്പ് ആയിരുന്നില്ലല്ലോ. ആദ്യമായിട്ട് അമ്മയുടെ എത്ര വർഷം കഴിഞ്ഞാ മേ ബി അപ്പായിട്ടന്ന് ഹോങ്കോങ്ങിലോ കണ്ടും പോയതാ. ലാസ്റ്റ് ലെഷർ ട്രിപ്പ് എന്നാ 10 years 12 years. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യമായിട്ട് പോകുന്നു. അതിന് അമ്മയുടെ ഫ്രണ്ട്സിനെയാണ് താങ്ക്സ് പറയേണ്ടത് അല്ലെ. അവര് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ അമ്മ വരില്ലായിരുന്നു. ഡെഫിനറ്റ്ലി. അപ്പൊ അവരെ പരിചയപ്പെട്ടിട്ടില്ല. അവരുടെ പേരൊന്ന് പറഞ്ഞേക്ക്. അത് പരിചയപ്പെടാം, എന്നാലും ആരാന്നൊന്നും അറിഞ്ഞിരിക്കാല്ലോ. എക്സിബിഷന് വന്നിട്ടുണ്ട്. അതായത് ഡോക്ടർ ജ്യോതി പ്രകാശ്, പിന്നെ ജ്യോതിയുടെ വൈഫ് സിന്ധുവിന്റെ അച്ഛൻ, ഇത്ര അവര് 3 പേര്, ഞാനും ദിലു. അത്രേ ഉള്ളൂ. ഞാൻ ഇല്ലായിരുന്നു, ഇവര് 4 പേരും കൂടെ പോകാനായിരുന്നു ഇരുന്നത്. പിന്നെ സിന്ധു അനിയുടെ ഒരു ഫ്രണ്ടും. പിന്നെ അവര് ബാക്ക് ഔട്ട് ചെയ്ത നമ്പർ കുറഞ്ഞപ്പോഴൊക്കെയാണ് ഞാൻ പിന്നെ അമ്മയും പറഞ്ഞ് വ്ളോഗ് ചെയ്യാം, രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും വന്നത്. പോണം. ഓക്കെ. അപ്പൊ അമ്മ അതല്ല 5 ദിവസം ഉള്ളു ട്രിപ്പ്. അമ്മ ഒരു 2 ആഴ്ച മുമ്പേ എക്സൈറ്റഡ് ആയിട്ട് പാക്കിംഗ് തുടങ്ങി. എന്റെ തുടങ്ങിയിട്ട് പോലും ഇല്ല. ഞാൻ അങ്ങനെയാണ്. അപ്പൊ അമ്മയുടെ സാധനങ്ങള് വർഷങ്ങൾക്ക് ശേഷം മെയിൻ സാധനം കാണിച്ചു കൊടുക്കാവാ. വീട്ടില് വെച്ചിട്ടതാ, വർഷം 10-20 അത്രയൊക്കെ. അതെ, നോക്കിക്കേ, ഭയങ്കര ഹെവിയാണ്. ഇത് തന്നെ ഒരു 5 കിലോ കാണും. അത് കൂടെ നമുക്ക് 20 കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 15 ഉള്ളല്ലേ. അമ്മയുടെ ഒന്നും വെക്കാൻ പറ്റില്ല എന്റെ അതൊന്നും പറ്റില്ല. ഞാൻ പിന്നെ അടുത്ത ജാക്കറ്റ്, 2 ജാക്കറ്റ്. ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ള അമ്മ
ഒന്ന് മതി. 5 ദിവസമല്ലേ ഉള്ളൂ. വെറുതെ ഇത്ര മേജ് ചുമക്കണ്ട. ഇതെടുത്തോ? അപ്പൊ അതെടുത്തോ? അത് വേണ്ട. പിന്നെ അമ്മയ്ക്ക് തേർമൽസ് അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലായിരുന്നു. വേറെ എന്തൊക്കെയാ അമ്മ? എന്റെയോ? തേർമൽസ് എന്റെയാണോ അമ്മയുടെയാണോ അത്? ഇപ്പൊ വാങ്ങിയത്. അത് ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു 3-4 ചുരിദാറും ഒരുപാടൊന്നും ഇല്ല. അയ്യോ അമ്മ ചുരിദാറിന് ആവശ്യമില്ല. അവിടെ ചുരിദാർ എന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല. അമ്മ തേർമൽസും സ്വെറ്ററും ജാക്കറ്റും അടിയിൽ ഒരു തേർമൽസും ഒരു ലെഗിൻസും അത്രേ പറ്റുള്ളൂ. അല്ലാതെ ചുരിദാറും ചുരിദാറൊന്നും എടുത്തോണ്ട് അവിടെ നടക്കാൻ പറ്റില്ല. ജീൻസ് അമ്മ ഇടില്ലല്ലോ. ഇതൊന്നും ഇട്ടോണ്ട് നടക്കാൻ പറ്റില്ല. റീപാക്ക് ചെയ്യേണ്ടി വരും. എന്നാ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇടാം. തേർമൽസ് കമ്പൽസറി ആണ്. ഞാൻ പിന്നെ വിചാരിച്ചതാ. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. അല്ല കൊണ്ടുപോയെന്നെ ഇതില് ചോദിച്ചു വേദന കൊണ്ടുവന്നു. പക്ഷേ പാക്കേജ് ടൂർ ആയത് കാരണം അവരുടെ ടൈമിങ്ങിന് നമ്മൾ ഇറങ്ങണം. നീ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന പോലെയല്ല. അതെ അത് നമുക്ക് പറ്റില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ കൊണ്ടുപോയത്. അതെ ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ട്രിപ്സിലൊക്കെ അമ്മ മിക്കവാറും നമ്മുടെ കൂടെ ഒക്കെ വരുന്നതായിരിക്കും. ഇനി അടുത്തൊരു ഇന്റൻഷൻ രാജസ്ഥാൻ. ഞങ്ങള് പോയതാ അമ്മ. അതിന് ഈ പാക്കേജ് നല്ലതാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഞാൻ രാജസ്ഥാനിൽ അമ്മനെ വിടാം. സിന്ധു ആന്റി ഒക്കെ വരുമല്ലോ. അത് പക്ഷെ ഞാൻ പറയുന്നത് നവരാത്രി വിന്റർ ടൈമിൽ പോയാൽ അമ്മ എൻജോയ് ചെയ്യും. എനിക്ക് ഓൾറെഡി അറിയാലോ രാജസ്ഥാൻ. ഞാൻ അവരോട് ഞാൻ പറയുന്ന ഒരു ഐറ്റിനറി തന്നെ പ്ലാൻ ചെയ്യാൻ പറയാം. നിങ്ങൾ പോയി അടിച്ചു പൊളിക്കാം. അപ്പൊ ചിലപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആരെങ്കിലും ഒക്കെ കൂടെ വരും. പിന്നെ പ്രത്യേകം പറയണം കേട്ടോ, ഈ ഗ്രൂപ്പ് ടൂർ ഒന്നും ഫ്രീ അല്ല. ഇതിപ്പോ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് തോന്നും. നമ്മളെല്ലാം കറക്റ്റ് പൈസ കൊടുത്താണ് ചെയ്തത്. ഞാൻ പറയുന്നത് ഇപ്പൊ ആർക്കെങ്കിലും വരണമെങ്കിൽ ഇപ്പൊ നമ്മൾ പോകണമെങ്കിൽ അവര് നമ്മളെ കൂടെ ഞാൻ കാണില്ല. നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് ടൂർ ആണല്ലോ. അപ്പൊ ഒന്നും അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ളവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. കാരണം അവർക്കല്ലേ പോവാതെ പൊതുവെ ഇരിക്കുന്നത്. അവരായിട്ട് അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുവരെ പോവാൻ പേടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ അമ്മയും നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് ടൂർ പോകുമ്പോൾ അവർക്കും ഒരു ധൈര്യം കാണുമല്ലോ. അതുകൊണ്ടാണ് ഇത് നല്ലതാണെങ്കിൽ മാത്രം. നമുക്ക് ഇതിന്റെ റിസൾട്ട് ഒന്നും അറിയില്ല. ഓക്കെ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നവംബറിലാണ് ദിലു പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നും കൺഫേംഡ് ആയിട്ടില്ല. ഞാൻ അറിയിക്കാൻ ദിലു പറയും. അപ്പൊ നിങ്ങളുടെ ആർക്കൊക്കെ താല്പര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വന്നാൽ അടിച്ചു. നിങ്ങൾ ആരെങ്കിലും വീഡിയോ എടുക്കണേ. എനിക്കറിയില്ല. ഒരാളെ നോക്ക്. പെട്ടി കയറിയിരുന്നു. പിന്നെ ഇനി വന്നിട്ട് അതെ വന്നിട്ടല്ല, നാളെ നമ്മളെ എയർപോർട്ടിൽ കാണുമല്ലോ. അമ്മ ആദ്യമായിട്ട് ട്രിപ്പ് പോകുന്നതിനുണ്ട്. അമ്മ ഒരു കാര്യം അമ്മ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സോ കോൾഡ്. അപ്പൊ വിചാരം കുവൈറ്റിന് തണുപ്പൊക്കെ ആയിരിക്കും ഇവിടേത്. പക്ഷെ അതല്ല, ഒരു രക്ഷയും കാണാത്ത തണുപ്പായിരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അമ്മയുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അമ്മയ്ക്ക് തണുപ്പ് ഇഷ്ടമെന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ നമ്മുടെ മൂന്നാർ ഊട്ടി തണുപ്പതല്ല. അമ്മ കുവൈറ്റിലൊക്കെ എന്ത് വരാൻ മാക്സിമം ഒരു 10 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ വന്നിട്ടുണ്ട്. മൈനസിലേക്കൊക്കെ പോകും. പിന്നെ അവിടെ നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അപ്പൊ പാക്കേജിൽ നമുക്ക് ഡിന്നർ കാണും. അപ്പൊ ലഞ്ച് നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് കഴിക്കാം. അപ്പൊ നല്ല അവിടുത്തെ ക്യൂസീനൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. 5 ദിവസം ടോട്ടലി അടിച്ചു പൊളിക്കാം. നാളെ 7 മണിക്ക് പോകണം. എനിക്ക് പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഡ്രോൺ പോയി എടുക്കണം. മുടി വെട്ടി ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്ത് ഫിലിമിലൊക്കെ കേറിയിട്ടാണല്ലോ ഇപ്പൊ ഈ പണിക്ക് ഇറങ്ങിയ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇത് ചെറിയൊരു പാക്കിംഗ് വീഡിയോ ആയിരുന്നു. ആൻഡ് അമ്മ എക്സൈറ്റഡ് ആണോ? സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പൊ നാളെ നമുക്ക് എല്ലാരും പരിചയപ്പെടാം. നാളെ അവിടെ യാത്ര തുടങ്ങുവാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കൂറോളം യാത്രയുണ്ട്. എയർപോർട്ട് വെയിറ്റിംഗും എല്ലാം കൂടെ 10-12 മണിക്കൂറുണ്ട്. നാളെ ഇവിടെ നമ്മൾ 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു രാത്രി 9 മണിയൊന്നും കണ്ടോ. അതങ്ങനെയാണ്. അതൊക്കെ ശീലിച്ച ഞങ്ങള് വേദന വെച്ച് ഞങ്ങൾ അങ്ങനെയാ പോകുന്നത്. ഓക്കെ വാ. അപ്പൊ നമുക്ക് ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മളൊരു പാക്കിംഗ് വീഡിയോ ഇല്ലാതെ ഞങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യാറില്ലല്ലോ. അപ്പൊ അതിലൊരു ചെറിയ വീഡിയോ ഇല്ല, നാളെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഇതൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ബൈ. അത് മാത്രമല്ല ഇതും കൂടെ കാണിക്കട്ടെ. ഇത് ഞാനും ജെഫ്രിനും ടർക്കിന്ന് കൊണ്ടുവന്ന ടർക്കിഷ് ടവലാണ്. ഷോളല്ല ടവല. അത് ടവലാണത്. അത് തിരിച്ച് പാക്ക് ചെയ്ത ടവൽസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. നല്ല കസ്റ്റം മെയ്ഡ് ടവല. പിന്നെ
രണ്ട് കാര്യം കമ്പൽസറി ആയിട്ട് വേറെ എടുക്കേണ്ടത് സൺസ്ക്രീൻ. ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, ഭയങ്കര അവിടുത്തെ സണ്ണൊക്കെ ഇന്റൻസിറ്റി ഒക്കെ കാണും. ഈ തണുപ്പത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടാനോ. മോയ്സ്ചറൈസർ എടുക്കണം, സൺഗ്ലാസസ്, കാരണം കണ്ണില് ഐസ് ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്ത് അടിച്ചു പോകും. ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് ഞാൻ നോക്കട്ടെ, എന്റെ ഏതെങ്കിലും കാണും. ലെൻസ് വീഴും, അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ അത്രയും മതി. ഓക്കെ, അപ്പൊ ഞാനും പോയി ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യട്ടെ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് പറയാം. ഞങ്ങളുടെ സ്ഥലം അറിയാനും, മിക്കവരും അറിഞ്ഞു കാണും, സ്ഥലം അറിയാനും. അത് മാത്രമല്ല, ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് കാണാനും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്കൊരു സ്ട്രെസ് ഫ്രീ ട്രാവൽ ആയിരിക്കും ഇത്തവണ. എവറിത്തിങ് ഇസ് പ്ലാൻ, നമുക്ക് ടൈമിങ്സ് എല്ലാം ഓർഗനൈസ് ആണ്. എനിക്ക് ജസ്റ്റ് ക്യാമറ എടുത്ത് പോയാൽ മതി. ഞാൻ ഇതിലൊരു ക്യാമറമാൻ ആയിരിക്കും, ബാക്കി ഇവരുടെ ആക്ടിവിറ്റീസ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. സോ യു ഗൈസ് വിൽ ഹാവ് എൻ ഐഡിയ ഹൗ എ ഗ്രൂപ്പ് ടൂർ ഇസ് കണ്ടക്റ്റഡ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. സോ ഞാൻ ജസ്റ്റ് ഒരു ക്യാമറമാൻ ആയിട്ടാണ് പോകുന്നത്. അതിലെ മെയിൻ താരം അമ്മ തന്നെയായിരിക്കും, അമ്മയും അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും, ഞാൻ ജസ്റ്റ് ക്യാമറമാൻ. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് കാണാം. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഈ കള്ളത്തരം കാണിക്കാൻ പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ എപ്പോഴും ബൈ പറയല്ലോ. ബൈ പറ, ബൈ പറ, ബൈ 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 ബൈ. ഓക്കെ, ബൈ. ഇല്ല, വേദനയൊന്നും കൊണ്ടുപോകുന്നില്ല.